അതെ, നല്ല മഴയൊക്കെ ആയതുകൊണ്ട് മല്ലി, മുളക്, ഗോതമ്പ് ഇവയെല്ലാം ഈസി ആയിട്ട് തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കാനുള്ള ഒരു ടിപ്പ് ഞാനിന്ന് പറഞ്ഞു തരട്ടെ. ആദ്യം നമുക്ക് പൊടിച്ചെടുക്കാൻ ആവശ്യമായ മല്ലി ഒരു പാത്രത്തിലേക്ക് ഇട്ട് 2-3 തവണ നമുക്ക് മെല്ലെ അങ്ങ് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത മല്ലി ഇനി ഇതുപോലെയുള്ള ഒരു അരിപ്പ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലി ഉണക്കിയെടുക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഇതിന് വേണ്ടത് ഒരു പഴയ കുക്കറാണ്. പഴയ കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇട്ട് കൊടുക്കാം. ഉണക്കിയെടുക്കാനുള്ള മല്ലി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഈ ഒരു സ്റ്റാൻഡിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. കുക്കർ അടച്ചു വെച്ച് നോബൊക്കെ ഊരി വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു മല്ലിയുടെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് തന്നെ നമുക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട്. ചൂടാക്കിയെടുത്ത മല്ലി നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് തന്നെ ഇട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. മല്ലി വറുക്കുന്നതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വരുന്ന ആ ഒരു സമയം വരെ നമുക്കിത് വറുത്തെടുക്കണം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.